നമസ്കാരം. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ചരിത്രത്തിൽ വൻ അഴിച്ചുപണികൾക്ക് വഴി തുറക്കുന്ന ഒരു പുതിയ അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായി മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള ഒരു നയതന്ത്രജ്ഞനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നു. മുതിർന്ന IFS ഉദ്യോഗസ്ഥനായ വിപുലാണ് ഈ പദവിയിലേക്ക് നിയമിതനായത്. 1948 മുതൽ ഇന്ത്യ തുടർന്നു പോന്ന സൗദിയിലേക്ക് മുസ്ലിം പ്രതിനിധിയെ മാത്രം അംബാസഡറായി അയക്കുക എന്ന അലിഖിത കൺവെൻഷനാണ് ഇതോടെ തിരുത്തിക്കുറിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ സൗദി അറേബ്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേവലം മതപരമായ പശ്ചാത്തലങ്ങൾക്കുമപ്പുറം പ്രൊഫഷണൽ മികവിനും നയതന്ത്ര വൈദഗ്ധ്യത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയാണ് ഈ നിയമനത്തിലൂടെ പ്രതിഫലിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ഈ തീരുമാനം ഇന്ത്യയുടെ വിദേശ നയത്തിലെ വലിയൊരു തന്ത്രപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് കേവലം എണ്ണ ഇറക്കുമതിക്കും പ്രവാസി തൊഴിലാളികളുടെ ക്ഷേമത്തിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഇന്ത്യ സൗദി ബന്ധം ഇന്ന് അതിവേഗം മാറി മറിഞ്ഞിരിക്കുകയാണ്. സൗദി അറേബ്യ വിഭാവനം ചെയ്യുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക വിദ്യ, വൻകിട നിക്ഷേപങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, സാംസ്കാരിക കൈമാറ്റം എന്നിവയിലെല്ലാം ഈ രാജ്യങ്ങളും തമ്മിൽ ശക്തമായ പങ്കാളിത്തമുണ്ട്. ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ഗൾഫ് മേഖലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള വിപിനെ പോലെയുള്ളൊരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത് തികച്ചും യുക്തിസഹമായ തീരുമാനമാണ്. 1998 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ വിപുൽ ഇതിനു മുൻപ് കെയ്റോ, കൊളംബോ, ജനീവ, ദുബായ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒടുവിൽ ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായും അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയവും പ്രാദേശികവുമായ ചലനങ്ങളെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും യോഗ്യതയും തന്നെയാണ് ഈ പദവിയിലേക്ക് അദ്ദേഹത്തെ അർഹനാക്കിയത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി റിയാദിലെ അംബാസഡർ പദവിയിലേക്കും ജിദ്ദയിലെ കോൺസൽ ജനറൽ പദവിയിലേക്കും മുസ്ലിം നയതന്ത്രജ്ഞനെ മാത്രം ഇന്ത്യ തിരഞ്ഞെടുത്തതിന് പിന്നിൽ വ്യക്തമായ പ്രായോഗിക കാരണമുണ്ടായിരുന്നു. ലോകത്തിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ ഹജ്ജ് കർമ്മങ്ങൾക്കായി സൗദിയിലേക്ക് അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം 1,75,000 ഇന്ത്യൻ മുസ്ലിങ്ങളാണ് വിശുദ്ധ നഗരങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും യാത്ര തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ജനവിഭാഗത്തിൻ്റെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കാൻ സൗദി അധികൃതരുമായി നിരന്തരം ഏകോപനം നടത്തേണ്ടത് ഇന്ത്യൻ അംബാസഡറുടെ ഒരു പ്രധാന ചുമതലയാണ്. ഹജ്ജ് വേളയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മക്ക, മദീന, ജംറാത്തുകൾ തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളിൽ നേരിട്ടെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരാറുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവേശനമില്ലാത്തതിനാൽ നയതന്ത്ര പ്രതിനിധി ഒരു മുസ്ലിം ആയിരിക്കുന്നത് വലിയ പ്രായോഗിക സഹായകമായിരുന്നു. 1997 മിനായിലെ കൂടാര നഗരത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 100 കണക്കിന് ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചപ്പോൾ അന്നത്തെ അംബാസഡറായിരുന്ന ഹാമിദ് അൻസാരിക്ക് ദുരന്ത സ്ഥലത്തേക്ക് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ സാധിച്ചത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഈ പദവികളിലേക്ക് പരിഗണിക്കാൻ തക്ക സീനിയോറിറ്റിയും യോഗ്യതയുമുള്ള മുസ്ലിം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ ഈ ദൗർലഭ്യം കാരണം പലപ്പോഴും നിലവിലുള്ള അംബാസഡർമാരുടെ കാലാവധി നീട്ടി നൽകുകയോ അല്ലെങ്കിൽ ഫോറിൻ സർവീസിന് പുറത്തു നിന്നുള്ള പ്രമുഖരെ ഈ പദവിയിലേക്ക് കണ്ടെത്തുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2016 മുൻ മുംബൈ പോലീസ് കമ്മീഷണർ അഹമ്മദ് ജാവേദിനെ സൗദിയിലെ അംബാസഡറായി നിയമിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യ മുസ്ലിം നയതന്ത്രജ്ഞരെ സൗദിയിലേക്ക് അയച്ചത് മറ്റു വിഭാഗത്തിലുള്ളവർക്ക് അതിനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് ഭാഷാപരമായ പരിജ്ഞാനവും സാംസ്കാരികമായ പൊരുത്തപ്പെടലും ഹജ്ജ് ഏകോപനത്തിലെ പ്രായോഗികതയും മുൻനിർത്തി മാത്രമായിരുന്നു. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾ നിലനിൽക്കുന്ന ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഈ പുതിയ നിയമനത്തെ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇന്ത്യ പഴയകാല താല്പര്യങ്ങളെ പാടെ ഉപേക്ഷിച്ചുവെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ബോധപൂർവം ഒഴിവാക്കുകയാണെന്ന് മറുവിഭാഗം ആരോപിക്കുന്നു. എന്നാൽ ഈ 2 വാദങ്ങളും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നതാണ് വസ്തുത. ഈ തീരുമാനത്തെ കേവലം പ്രതീകാത്മകമായ ഒരു മാറ്റമായി കാണാതെ മാറുന്ന ആഗോള നയതന്ത്രത്തിൻ്റെ ഭാഗമായി വേണം കരുതുക. യോഗ്യതയ്ക്കപ്പുറം മതപരമായ ഘടകങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ നിന്നും ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ പ്രൊഫഷണലായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ തെളിവാണത്. മാത്രമല്ല, സൗദി അറേബ്യ സ്വന്തം നിലയിൽ നടത്തുന്ന ആധുനികവൽക്കരണവും കടുത്ത മതനിയമങ്ങളിൽ വരുത്തുന്ന ഇളവുകളും
ഇത്തരം മാറ്റങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പുതിയ അംബാസഡർക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കർത്തവ്യങ്ങളാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രാദേശിക സുരക്ഷാ ഭീഷണികൾക്ക് പുറമെ സൗദി അറേബ്യയും UAEയും തമ്മിൽ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന മത്സരവും ഇന്ത്യക്ക് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ് UAEയും സൗദിയും. അതിനാൽ ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമായി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, ഉഭയകക്ഷി വ്യാപാരം, കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപങ്ങൾ, സൗദിയിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം എന്നിവയെല്ലാം ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ, പരമ്പരാഗതമായ രീതികളെ മറികടന്ന് ഇന്ത്യ സ്വീകരിച്ച ഈ ധീരമായ നയതന്ത്ര ചുവടുവെപ്പ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മതപരമായ അതിർവരമ്പുകൾക്കുമപ്പുറം പ്രൊഫഷണലിസത്തിന് പ്രാധാന്യം നൽകുന്ന ഈ സമീപനം വരും ദിവസങ്ങളിൽ ഇന്ത്യ സൗദി ബന്ധത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറുമായുള്ള വിപുലിൻ്റെ നിയമനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ പ്രൊഫഷണലും തന്ത്രപരവുമായ ഒരു തലത്തിലേക്ക് ഉയർത്താനാണ് സാധ്യത എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ തുടർന്നു പോകുന്ന ഒരു കൺവെൻഷൻ മാറുമ്പോഴും ഈ മാറ്റം ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ നടപ്പിലാക്കുന്ന വിഷൻ 2030 പദ്ധതിയിലൂടെ രാജ്യം വലിയ തോതിൽ ആധുനികവൽക്കരിക്കപ്പെടുകയാണ്. കടുത്ത മതനിയമങ്ങളിൽ വലിയ ഇളവുകൾ വരുത്തുകയും വിനോദസഞ്ചാരത്തിനും നയതന്ത്രത്തിനും രാജ്യം കൂടുതൽ വാതിലുകൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. നയതന്ത്ര നിയമനങ്ങളിൽ മതപരമായ ഘടകങ്ങൾക്ക് അതീതമായി പ്രൊഫഷണൽ മികവിനെ മാത്രം മുൻനിർത്തി ഇന്ത്യ എടുത്ത തീരുമാനം സൗദിയുടെ ഈ പുതിയ നയങ്ങളുമായി തികച്ചും പൊരുത്തപ്പെടുന്ന ഒന്നാണ്. മുസ്ലിമിതര നയതന്ത്രജ്ഞനായതിനാൽ മക്ക, മദീന തുടങ്ങിയ വിശുദ്ധ നഗരങ്ങളിലെ വിലക്കുള്ള പ്രദേശങ്ങളിൽ അംബാസഡർക്ക് നേരിട്ടെത്തുവാൻ സാധിക്കില്ല എന്നത് ഒരു പ്രായോഗിക വെല്ലുവിളിയാണ്. എന്നാൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പദവിയിൽ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ നിലനിർത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി ഇന്ത്യക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ജിദ്ദയിലെ കോൺസുലേറ്റ് ആയതിനാൽ താഴെത്തട്ടിലുള്ള ഏകോപനങ്ങളെ അംബാസഡറുടെ മതം ഒരു തരത്തിലും ബാധിക്കില്ല. നിലവിൽ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള ഭൗമരാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളായ UAEയും സൗദി അറേബ്യയും തമ്മിൽ സാമ്പത്തിക മേഖലയിൽ കടുത്ത മത്സരവുമുണ്ട്. ഖത്തറിലും ദുബായിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിപുലിന് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ആഭ്യന്തര സമവാക്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇത് UAE, സൗദി എന്നീ ഇരു രാജ്യങ്ങളുമായും ഒരേ സമയം സന്തുലിതമായ നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ത്യയെ സഹായിക്കും. ചുരുക്കത്തിൽ, ഈ നിയമനം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരുവിധ വിള്ളലുകളും ഉണ്ടാക്കില്ല. മറിച്ച് മതപരമായ പ്രതീകാത്മകതകൾക്കുമപ്പുറം പരസ്പരമുള്ള സാമ്പത്തിക തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ നയതന്ത്ര ശൈലി ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്യുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.